1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചത്. അവർക്കുള്ള ശിക്ഷ എന്ത് എന്നത് അറിയാനുള്ള കാത്തിരിപ്പാണ്. അതിൽ ഇപ്പോൾ പൾസർ സുനി പറയുന്നത് തന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. രണ്ടാം പ്രതി മാർട്ടിൻ പറയുന്നത് മുൻപ് ഒരു കേസിലും താൻ പ്രതിയായിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു എന്ന് പറയുകയാണ്. ഇനി വീട്ടിൽ ജോലിക്ക് പോകാൻ താൻ മാത്രമേ ഉള്ളൂ, തന്നെ മോചിതനാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന രണ്ടാം പ്രതിയെയാണ് കോടതി മുറിയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ വാദം തുടരുകയാണ്. അതിനിടെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന്, ജഡ്ജിന്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നറിയിപ്പുണ്ടായത്. വളച്ചൊടിച്ചാൽ നടപടിയുണ്ടാകുമെന്ന് പറയുകയാണ്. ജഡ്ജിന്റെ ഭൂതം തെരഞ്ഞു പോകരുത്, കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകണം, പല ഘട്ടങ്ങളിലും പലത് നൽകുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്, ഒപ്പം വളച്ചൊടിച്ചുള്ള വാർത്തകൾ നൽകിയാൽ നടപടിയെടുക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഏത് സാഹചര്യത്തിലാണ് ജഡ്ജ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നതിന് വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. എസ് വിജയകുമാർ കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, ഇതും ഒരു അപൂർവതയാണ്. അതായത് ജഡ്ജ് ഇത്തരത്തിലേക്ക് ഒരു പരാമർശം നടത്തേണ്ടി വരുന്നു എന്നത്, ജഡ്ജിന്റെ ഭൂതവും ഭാവിയും തിരയരുത് എന്ന് പറയേണ്ടി വരുന്നു, വളച്ചൊടിച്ചാൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. ആ തരത്തിലേക്ക് ഇത് നമുക്കറിയാം, പൊതുസമൂഹം ഏറ്റെടുത്തൊരു കേസാണ്. അതിൽ ഈ ശിക്ഷാവിധി വന്നതിന് ശേഷം പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലൊക്കെ ആകാം ഒരുപക്ഷെ അങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അപൂർവമായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നതും. ഏതായാലും ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിധിയിൽ വാദം ഇനി മുന്നോട്ട് പോകുന്നത്? 6 പ്രതികൾക്കും പറയാനുള്ളത് കേട്ടിട്ട് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണോ കാണേണ്ടത്? അനുജ, 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ 6 പ്രതികളും അവരവരുടെ ഭാഗം പറയുക. ഇപ്പോൾ മാർട്ടിനും അതുപോലെ പൾസർ സുനിയും മണികണ്ഠനും ഒക്കെ പറയുന്നത് പോലെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മ അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് തുണ ഏക മകൻ ഞാനാണ്, ഏണിംഗ് മെമ്പർ ഞാനുമാണ്, അത്തരം മാനുഷിക പരിഗണന കാണണം എന്ന് കോടതിയോട് ഈ പ്രതികൾ പറയുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ശിക്ഷയിന്മേൽ ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ സംബന്ധിച്ച് പരമാവധി ശിക്ഷ നൽകണമെന്നതടക്കമുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. അഡ്വക്കേറ്റ് അജയകുമാർ രാവിലെ തന്നെ ഇവർക്ക് പരമാവധി ശിക്ഷ, ഇവരുടെ വകുപ്പുകളിൽ തെളിഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ നൽകണം എന്ന് രാവിലെ ഇന്ന് അഡ്വക്കേറ്റ് അജയകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതാണ്. പ്രോസിക്യൂഷന്റെ വാദവും ഉണ്ടാകും. അതിനുശേഷം എന്തെങ്കിലും ഇളവിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതിഭാഗത്തിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കോടതിക്ക് വേണമെങ്കിൽ അനുവദിക്കാം, വേണമെങ്കിൽ മാത്രം അത് കോടതിയുടെ തീരുമാനമാണ്. പ്രതിഭാഗത്തിന് ഒരിക്കൽ കൂടി സമയം അനുവദിക്കണോ എന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ശിക്ഷാ പ്രഖ്യാപനത്തിലേക്കാണ് പോകുക. അത് വേണമെങ്കിൽ കോടതിക്ക് ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ പറയാം, അതല്ല ഈ വാദം നടക്കുന്നതിന് തുടർച്ചയായി ശിക്ഷാ പ്രഖ്യാപനവും നടത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.